ഹായ്, വെൽക്കം ടു KVR Nexa. പ്രൈസ് ബ്രോ, ഒരു വണ്ടിന്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത്? ഓക്കെ, ഒരു വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് ആ വണ്ടിയുടെ എക്സ്ഷോറൂം റേറ്റ്, ഇൻഷുറൻസ്, റോഡ് ടാക്സ്, വാറണ്ടി ഇതെല്ലാം ഇൻക്ലൂഡ് ആയിട്ടാണ് നമ്മൾ ഓൺ റോഡ് പറയുന്നത്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരുമോ? ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് ഒരു ഓൺ റോഡ് പ്രൈസ് പറയുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ആയിട്ട് എക്സ്ഷോറൂം റേറ്റ് ആണ് പറയുന്നത്. എക്സ്ഷോറൂം റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടിയുടെ വെഹിക്കിൾ കോസ്റ്റ് എത്രയാണോ അതാണ് നമുക്ക് എക്സ്ഷോറൂം റേറ്റ് ആയിട്ട് പറയുന്നത്. അടുത്ത റോഡ് ടാക്സ് ആണ്. റോഡ് ടാക്സ് എന്ന് പറഞ്ഞാൽ ലൈഫ് ടൈം ടാക്സ് നമ്മൾ പറയുമെങ്കിലും 15 വർഷത്തേക്കാണ് നമ്മൾ റോഡ് ടാക്സ് കൊടുക്കുന്നത്. അതിൽ ഒരു കണ്ടീഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ 10 ലക്ഷം രൂപയുടെ മേലെ എക്സ്ഷോറൂം വരുന്ന വണ്ടികളിൽ 15 മുതൽ 17% വരെയാണ് റോഡ് ടാക്സ് വരുന്നത്. 10 ലക്ഷം രൂപയുടെ താഴെ എക്സ്ഷോറൂം വരുന്ന വണ്ടികളിൽ 11 മുതൽ 13% വരെയാണ് റോഡ് ടാക്സ്. ഓക്കെ. പിന്നെ അപ്പൊ ഇൻഷുറൻസിന്റെ കാര്യം? ഇൻഷുറൻസ് നമുക്ക് നിലവിൽ 3 വർഷത്തേക്കുള്ള ഇൻഷുറൻസ് ആണ് ഇപ്പൊ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് 1 വർഷം ബമ്പർ ടു ബമ്പർ, 2 വർഷം തേർഡ് പാർട്ട്. ഇനി ഇതിൽ കസ്റ്റമർക്ക് വേണമെങ്കിൽ 3 വർഷം ബമ്പർ ടു ബമ്പർ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോ ഈ ഇൻഷുറൻസിൽ എന്തൊക്കെ കവറേജ് ആണ് നമുക്ക് ലഭിക്കുന്നത്? ഓക്കെ, ഇൻഷുറൻസിൽ നമുക്ക് ബമ്പർ ടു ബമ്പർ, അതായത് സീറോ ഡിപ്രിസിയേഷൻ, അതുപോലെ തന്നെ എൻജിൻ പ്രൊട്ടക്ഷൻ, റിട്ടേൺ ടു ഇൻവോയ്സ്, പിന്നെ കീ പ്രൊട്ടക്ഷൻ, റോഡ് സൈഡ് റെസിസ്റ്റൻസ്, പിന്നെ കൺസ്യൂമേഴ്സ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആഡായിട്ട് വരുന്നുണ്ട്. ഓക്കെ. വെഹിക്കിളിന്റെ വാറന്റി ഡീറ്റെയിൽസ് എങ്ങനെയാണ് വരുന്നത്? മാറിന് നമുക്ക് 3 വർഷം അതല്ലെങ്കിൽ 1 ലക്ഷം കിലോമീറ്റർ വരെ ഫ്രീ ആയിട്ട് വണ്ടിക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ 3 വർഷം അല്ലെങ്കിൽ 60,000 കിലോമീറ്റർ കൂടി നമുക്ക് വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്ത നമുക്ക് ഫാസ്ടാഗ് ആണ്. അത് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഫാസ്ടാഗ് ഇപ്പൊ കമ്പൽസറി ആക്കിയിട്ടുണ്ട്. ഈ ഫാസ്ടാഗ് എങ്ങനെയാണ് റീചാർജ് ചെയ്യണ്ടേ? ഇതാണ് ഫാസ്ടാഗ്. ഫാസ്ടാഗ് എങ്ങനെയാണ് റീചാർജ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ QR കോഡിൽ നമ്മൾ ഗൂഗിൾ പേയിലോ അല്ലെങ്കിൽ ഫോൺ പേയിലോ കയറിയിട്ട് ഡയറക്റ്റ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് റീചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് വരുന്നത് TCS ആണ്. TCS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപയുടെ മേലെ എക്സ്ഷോറൂം വരുന്ന വണ്ടികൾക്ക് നമ്മൾ ഗവൺമെന്റിലേക്ക് അധികമായിട്ട് 1% ടാക്സ് കൊടുക്കും. അതാണ് TCS വരുന്നത്. ഇതിൽ വേറെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ TCS എമൗണ്ട് ഉണ്ടല്ലോ, അത് നമുക്ക് റീഫണ്ടബിൾ ആണ്. ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഈ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത്. ഓൺ റോഡ് പ്രൈസ് എനിക്ക് ഓക്കെ. ഇപ്പൊ നിലവിൽ എന്തൊക്കെ ഓഫേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്? ഓഫേഴ്സിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അടുത്തൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും.